പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവമായ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടു കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ മഹനീയത്വത്തിന്റെ സംഭവിച്ചമായ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതും ഉചിതവുമാകുന്നു. അവിടുന്ന് സ്തുതനാകുന്നു. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞതാ പ്രകാശിപ്പിക്കുക. ഞങ്ങൾക്ക് കഴിയാത്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പഠിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ സർവ്വജ്ഞനായ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്നേഹനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും പ്രകടമായ ദൈവമയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിലും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 14-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിക്കണമേ. സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളാകരുത്, തിന്മയുടെ കാര്യത്തിൽ ശിശുക്കളാവുക. ചിന്തയിൽ പക്വമതികളും. നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അപരിചിതമായ ഭാഷ സംസാരിക്കുന്നതിലൂടെയും അപരിചിതരുടെ അധരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്നെ ശ്രമിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ അന്യഭാഷകൾ വിശ്വാസികൾക്കുള്ളതല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല, വിശ്വാസികൾക്കുള്ളതാണ്.
അതുകൊണ്ട് സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നത് പുറത്തുള്ള അവിശ്വാസികളോ അജ്ഞരോ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കെ പുറത്തുനിന്ന് ഒരു അവിശ്വാസിയോ അജ്ഞനോ കടന്നു വന്നാൽ അവരെല്ലാവരും കുറ്റപ്പെടുത്തപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യും. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിവാക്കുകയും അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുകയും ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷം അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിനെ സമീപത്തായിരുന്നു. ദൈവരാജ്യം ഇവിടെ പ്രത്യക്ഷമാകുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, കുലീനായ ഒരു മനുഷ്യൻ രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരുവാൻ ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാർ 10 പേരെ വിളിച്ച് 10 നാണയം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യണം. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഇവൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ പ്രതിസന്ധത്തെ അവനെ പിന്നാലെ അയച്ചു. അവനാകട്ടെ രാജപദവിയെ സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം നൽകിയിരുന്ന ഭൃത്യൻ വ്യാപാരം ചെയ്ത് എന്ന് സമ്പാദിച്ചെന്ന് അറിയുന്നതിന് അവരെ വിളിക്കുവാനെന്ന് കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനെ, നിന്റെ നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യൻ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്ന് പറഞ്ഞു, യജമാനെ, നിന്റെ നാണയം 5 കോടി സമ്പാദിച്ചിരിക്കുന്നു. യജമാൻ അയാളോട് പറഞ്ഞു, നീ 5 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനെ, ഞാൻ തുവാലയിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന നിന്റെ നാണയമില്ല. നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശക്കാരനും വഹിക്കാത്തത് എടുക്കാത്തവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞ ദുഷ്ടഭൃത്യൻ, നിന്റെ വാക്കുകൾ കൊണ്ട് നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വഹിക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് എന്റെ പണം ഇടവകാരെ ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോട് കൂടി തിരിച്ച് വാങ്ങാമായിരുന്നെങ്കിൽ. അവൻ എടുക്കുന്നതിനോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവരെ കൊടുക്കുക. അവൻ അവരോട് പറഞ്ഞു, യജമാനെ, അവന് 10 നാണയമുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവനെ കൊടുക്കപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുകയും. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹവും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളോട് ചുടുനിർത്താൻ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിടത്ത് പങ്കാളികളാകുന്ന സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശം സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ
ജോർജ് പത്രാപുരത്തായും ഞങ്ങളുടെ കൃഷ്ണാമ തോമസ് പത്രാനെയും മറ്റുള്ള പത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിലെ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തിയറിയിക്കുവാനായി ശിഷ്യന്മാർ നിയോഗിച്ച കർത്താവേ, സ്ത്രീമാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ്ഗസ്വഭാവത്തിന് അന്തരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീരുന്ന വിശിഹായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരഘോഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ കാരുണ്യാതിരകത്താചരിച്ചിട്ട് അങ്ങയുടെ അധികമായ ജനപ്പെടുത്തി പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാവുന്ന സമാധാനത്തോടുകൂടെ പാതകന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ധർമ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരും പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമേ. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുമേ. വഴി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസത്തോടുള്ള
കരുണയാകണമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുമേ. നമുക്കെല്ലാവർക്കും എന്താകുന്ന വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കഴിവൽ താഴ്ത്തി വിചാരണം സുഹൃത്തെ വിവൃത്തി നിശബ്ദരായ ഏകാഗ്രത ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിചാരങ്ങൾ ഉയരട്ടെ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനത്തോടുകൂടെ കർത്താവേ, ഞങ്ങളുടെ മനസ്സിലുള്ള അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും ദ്വേഷത്തിലും മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ എല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധ സജീവമായി തീർക്കണം. പ്രത്യാശയുടെ മനുഷ്യക്കുവാൻ ഞങ്ങൾ കാരണത്തെ നൽകുകയും ചെയ്യണം. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ ചെറിയ ഘോഷിക്കുകയും ചെയ്യുന്നു. സമർപ്പിക്കുന്നു. അങ്ങയെ പറഞ്ഞിരിക്കുന്ന അത്ഭുതത്തിനും അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയെ സത്യയുടെ പ്രതിച്ഛായമായി വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശ്രമിക്കാതെ ദാസരൂപം സ്വീകരിച്ചുള്ള ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവുള്ള മർത്യമായ ശരീരത്തോടുകൂടി പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് എതിരായി ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ സ്മാരകം ഏർപ്പെടുത്തുകയും ശ്രീകൃഷ്ണ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാവിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. വെച്ച് കിടക്കപ്പെട്ട രാത്രിയിലെ ശോധനമായ സ്വർഗത്തിലെ അതിനായ പിതാവിന്റെ മക്കളിലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേശനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും അധികാരിയുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മർദ്ദാക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവുമായ മർദ്ദാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭാവിന് വേണ്ടി പുരോഹിതന്മാരുടെ അധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷിയുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ തീരുമാനമാരും വിശുദ്ധ പിതാക്കന്മാർക്ക് വേണ്ടി
വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നാമത്തിലെല്ലാം മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരണത്തെ പ്രത്യാശീർവാദത്തിന് ജനത്തിന് വേണ്ടി യോഗ്യനായ്ക്ക് വേണ്ടി കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ നിയമങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ അർപ്പിക്കുന്ന ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും അങ്ങയുടെ സമീകരണത്തെയും വിധിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ഭാവസ്മരണങ്ങളെ അവർക്കും സമൃദ്ധമായ കടിയാൽ സഞ്ചാരമാക്കണം. ജീവിതകാലം ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയവനായ ശുശ്രൂഷകായി അയച്ചുവെന്ന വാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവിന്റെ ക്ലേശിതമായ ദാസനും നമ്മളിലേക്ക് മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമം ഒരുമിച്ചുകൂടി രക്ഷകമായ ശംസികായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ചെയ്തതായ ദൈവികമായ രഹസ്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തിലെ ആഗ്രഹവും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ആശീർവദിക്കുകയും അവതരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് പാപകമോചനത്തിൽ പഠിച്ചവരുടെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തിയില്ലാവണം സർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ മകനെയും പദ്ധതിയെ കുറിച്ച് അങ്ങേ നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് മൂല്യമായ രക്ഷപ്പെട്ട സമയം സന്തോഷത്തോടെ പ്രത്യാശിക്കുന്നു. ഞങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവപരിശുദ്ധ ജീവനായ നാമത്തിനെ സ്തുതിയും ബഹുമാനം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും ഇത് ഭക്ഷിക്കുന്ന ജീവിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ
ഞങ്ങൾക്ക് നൽകിയ വളരെ വിശ്വാസത്തോട് തുടങ്ങിയ സന്നിധിയിലെപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നമായ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഇടയാകണം. ഞങ്ങളെല്ലാവരെയും ചേർന്ന് അങ്ങയെ വിളിച്ചിട്ടുള്ളതായി അപേക്ഷിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഹോദരരെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസുവാനും ക്ഷണിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ ഔദാര്യമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വർദ്ധിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ യോഗപ്പെടുന്നവർക്കെല്ലാവർക്കും ഇവരുടെ ദാതപാടി ഹൃദയം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ഓണമൂടെ സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ പാപം പ്രവൃത്തിയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ടതാകും സകലത്തിലെ നാഥായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവായ നാം പ്രവർത്തിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ മഹത്വത്തിൽ പരിശുദ്ധമാരാധനയും അവിടെ നമ്മെ നമ്മുടെ എല്ലാ സന്താനങ്ങളെയും